വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു വാർത്തയ്ക്ക് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ നമ്മൾ വാർത്ത പുറത്തുവിട്ട അന്ന് തന്നെ ഗാന്ധി ഭവൻ്റെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു, അമൽരാജ് പറഞ്ഞിരുന്നു, കുറച്ചുപേരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സ്ഥലപരിമിതി അടക്കം അവരുടെ ഗാന്ധി ഭവനിലുണ്ട്. കാരണം 1000-ലധികം അനാഥരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്, സനാഥരായുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് 25 പേരെയാണ് ഇന്ന് സനാഥരാക്കുന്നത്. ഗാന്ധി ഭവൻ്റെ കെയർ ഓഫിലായിരിക്കും അവരിനെ അറിയപ്പെടുന്നത്. ഇത്രയും നാൾ ആശുപത്രിയിൽ ആരുമില്ലാത്ത അനാഥരായ ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസ് എന്നറിയപ്പെട്ടിരുന്ന അവർ ഇനി മുതൽ സനാഥരാകുകയാണ്. ഇന്ന് 12:30 ഗാന്ധി ഭവൻ ഭാരവാഹികളും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നേരിട്ടെത്തിയാണ് ഇവരെ പത്തനാപുരം ഗാന്ധി ഭവന് കൈമാറുന്നത്. നിലവിൽ 60-ലേറെ പേർ ആശുപത്രിയിലുണ്ട്. പലർക്കും സ്വന്തം നാടോ വീടോ തിരിച്ചറിയാത്ത അവസ്ഥയുണ്ട്. അപകടം പറ്റി എത്തിയവരുണ്ട്, മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട്, ഗുരുതരമായ മറ്റു രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. ചിലരാകട്ടെ എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും പറയാത്തവരുണ്ട്. കാരണം ഇനി വീട്ടിലേക്ക് തിരിച്ചുപോക്ക് സാധ്യമാകില്ല എന്ന് ഉറപ്പുള്ളവർ. ഇതിൽ 25 പേരെയാണ് ഇന്ന് ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഒരു വാർത്ത ഫലപ്രാപ്തിയിലെത്തുന്നു എന്നതിലുപരി 25 പേർ സനാഥരായി മാറുന്നു എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളുണ്ട്, അവർക്ക് ചോദിക്കാനും പറയാനും ആളാകുന്നു എന്നുള്ള സന്തോഷം കൂടിയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാനുള്ളത്.